ഹലോ എവരിവൺ. നമ്മളിൽ പലർക്കും നമ്മുടെ ജീവിക്കുന്ന ആ സാധാരണ ജീവിത ശൈലിയിൽ നിന്നൊന്നും മാറ്റി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉള്ളിൽ കാണും അല്ലെ. എക്സസൈസ് ചെയ്യണം, യോഗ ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ നല്ല ആഗ്രഹം ഉള്ളിൽ കാണും. പക്ഷെ നമ്മളിൽ പലർക്കും തോന്നുന്ന ഒരു കാര്യം അല്ലെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സമയം തികയുന്നില്ല എന്ന് വരുന്നത്? പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഒരു റുട്ടീൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നവരും ആ ഒരു ഉറക്ക ക്ഷീണം കാരണം രാവിലെ വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നവരുമായിരിക്കും. ഇതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ഈ ഒരു മാറ്റം, ഈ ഒരു ശൈലിക്ക് ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിരാവിലെ എഴുന്നേൽക്കാനായിട്ട് പഠിക്കണം. അങ്ങനെ എഴുന്നേൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാത്രിയിൽ കിടക്കുന്നത് നേരത്തെ ആക്കുകയും ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. ഏർലി റൈസേഴ്സിന്റെ, അതിരാവിലെ ഉണരുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. കാരണം രാത്രിയിൽ ഉറക്കമെല്ലാം കഴിഞ്ഞ് രാവിലെ നമ്മൾ ക്ഷീണമെല്ലാം മാറ്റി ഒരു ഫ്രഷ് മൈൻഡോടുകൂടി എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. നമുക്ക് തന്നെ അറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് തീർക്കാനുണ്ട്, പെൻഡിങ് ആയിട്ടൊരു വർക്കുണ്ട്, നമ്മൾ ലേറ്റ് ആയിട്ട് ഇരുന്ന് ചെയ്യുമ്പോൾ ചെയ്ത് തീർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫ്രഷ് മൈൻഡോടെ രാവിലെ എഴുന്നേറ്റ് ചെയ്താൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഇത് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം. ഹാൻസ് മെന്റൽ ക്ലാരിറ്റി. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മളൊരു ഫ്രഷ് മൈൻഡോട് കൂടിയാണ് വന്നിരിക്കുന്നത് അല്ലെ. ഉറക്കവും ക്ഷീണവും എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഫ്രഷ് മൈൻഡ് ആവും. അതോടൊപ്പം അതിരാവിലെ എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. ഡിസ്ട്രാക്ഷൻസ്, വെളിയിൽ നിന്നുള്ള പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ഒച്ച ബഹളം ഇതൊന്നുമില്ലാതെ ഉള്ള ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ അതിരാവിലെയാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം, അത് ഏത് സമയവും ആയിക്കോട്ടെ, നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആകെ ഒരു ഡിസോറിയന്റഡ് ആണ് അല്ലെ. അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ഫുള്ളി എവേക്കൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വരില്ല. അതിനൊരു സമയം എടുക്കും. ചിലപ്പോൾ 1 മണിക്കൂർ ആകാം, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ലീപ്പ് ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളതാണ്. നമ്മളുടെ ഉറക്കം നമ്മൾ ഉണർന്നാലും ബ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് വർക്കിങ്ങിലേക്ക് വരാനായിട്ട്, ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് സമയം വേണം. നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ആ ദിവസം പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാനും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും സാധിക്കും. നേരെ മറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് നമുക്കുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഓഫീസിൽ പോകണം, നമ്മൾ അതിന് വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റിട്ട് വളരെ സ്പീഡിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഓടാൻ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് അന്നത്തെ ആ ഒരു ദിവസത്തെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഉറക്കം, ബ്രെയിനൊക്കെ ഒന്ന് നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സമയം കൊടുത്തിട്ടാണ് നമ്മൾ അന്നത്തെ ആ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ടു എസ്റ്റാബ്ലിഷ് എ റുട്ടീൻ. നമുക്ക് നമ്മുടെ ജീവിതം നല്ല അടുക്കും ചിട്ടയിലൊക്കെ കൊണ്ടുപോകണം. രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് സമയം യോഗ അല്ലെ മെഡിറ്റേഷൻ ചെയ്യണം, കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യണം. എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ നമ്മുടെ പലരുടെ ഉള്ളിൽ നല്ല ആഗ്രഹമുണ്ട്. പലപ്പോഴും സമയം തികയുന്നില്ല എന്നുള്ള പരാതിയായിരിക്കും. അങ്ങനെയുള്ളവർ ഈ അതിരാവിലെ എഴുന്നേറ്റ് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സ്ഥിരതയോടെ നമുക്കൊരു ശീലമാക്കി എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ല നല്ല ശീലങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിരാവിലെ എഴുന്നേൽക്കേണ്ട ശീലം, അല്ലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിലും നമ്മുടെ സെൽഫ് കെയറിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്നത് മൂലം നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സമയം കൂടുതൽ കിട്ടും. ഏതിന്റെയും നമ്മളൊരു വർക്കിന് ജോലിക്ക് ഇറങ്ങി പോകുന്ന ആളാണെങ്കിലും സ്കൂളിൽ പോകുകയൊക്കെ ആണെങ്കിലും ആ ഒരു സമയത്തിന് തൊട്ടു മുമ്പ് ആണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഒന്നിനും നമുക്ക് സമയം തികയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടായാൽ നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മളുടെ കാര്യത്തിലൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് അതിന് സാധിക്കും. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഫുഡൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒരു സമയം എടുത്തൊക്കെ ഒന്ന് കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ കുറച്ചൊന്ന് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് നമ്മളുടെ ആ ജീവിതശൈലി ഒരു അല്പം മാറ്റം വരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. നല്ല ഉറക്കം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുത്താൽ അതിന് സാധിക്കുമെന്നുള്ളതാണ്. കാരണം പഠനങ്ങൾ പറയുന്നത് അതിരാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തികൾക്ക് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുമെന്നുള്ളതാണ്. നല്ല ലോങ് ആയിട്ടുള്ള ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുമെന്നുള്ളതാണ്.
എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറക്കമില്ലായ്മ മൂലം പല പ്രശ്നങ്ങളും, നമ്മുടെ മൂഡ് ഓൾട്ടർ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, ഒരു കാര്യവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് നല്ല ഉറക്കത്തിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രി വളരെ വൈകി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാനിരിക്കുന്നതിന് പകരം രാത്രിയിൽ നേരത്തെ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത്രയൊക്കെ പ്രയോജനങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നാളെ മുതൽ 7 മണിക്ക് ഇതുവരെ എഴുന്നേറ്റുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് 5 മണിയിലേക്ക് അവരുടെ ആ ഒരു എഴുന്നേൽക്കുന്ന ഒരു ശീലം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, രാത്രി നമ്മൾ നേരത്തെ കിടന്ന് ശീലിക്കുക. രാവിലെ നമ്മൾ എന്നും എഴുന്നേൽക്കുന്നതിനെക്കാട്ടിൽ ഒരു 15 മിനിറ്റ് നേരത്തെ അലാം വെച്ച് ആദ്യം എഴുന്നേൽക്കുക. അങ്ങനെ നമ്മൾ അത് എഴുന്നേറ്റ് കഴിഞ്ഞ് അങ്ങനെ ശീലമായി കഴിയുമ്പോൾ വീണ്ടും ഒരു 15 മിനിറ്റ്, അങ്ങനെ നമ്മൾ ഏത് സമയമാണോ ടാർജറ്റ്, 5 മണിയാണ് നിങ്ങൾ ടാർജറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ എഴുന്നേക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഇങ്ങനെ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ രാത്രി നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം നല്ല ക്ഷീണവും അവശതയല്ലേ, നമുക്ക് ഒരു കാര്യവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ദിവസം നമുക്ക് ഒരു 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അതോടൊപ്പം നമ്മൾ എഴുന്നേൽക്കുന്നതിൽ നിന്ന് ആ ഒരു സമയം ഒന്ന് മാറ്റി പിടിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് സത്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നല്ല നല്ല ശീലങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നന്നായിട്ടും ചെയ്യാനായിട്ട് അതുമൂലം സാധിക്കും. Be happy, be confident.